ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, NIA റെയ്ഡ് ഇപ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം CRPF സഹായത്തോടു കൂടി കേരള പോലീസിനെ അറിയിക്കാതെ വന്ന് റെയ്ഡ് നടത്തി. ഇപ്രാവശ്യം കേരള പോലീസിലെ ഉന്നതരെ അറിയിച്ചു വന്ന് റെയ്ഡ് നടത്തി. പക്ഷേ ആ റെയ്ഡ് ചോർന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. അപ്പോൾ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനെ ഒരു റെയ്ഡിലൂടെ ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നും രാഷ്ട്രീയപരമായി അവർക്കുള്ള ബന്ധം വളരെ ഭീകരമായ അവസ്ഥയിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതും വെളിവാക്കുന്ന ഒരു കാര്യമല്ലേ ഈ ഒരു ചോർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഈ ചോർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്കുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പിൻബലത്തെ കുറിച്ചാണ്. അത് മാത്രമല്ല, അവർക്ക് ഉദ്യോഗസ്ഥ തലത്തിലും വേണ്ടത്രതായ പിൻബലം ഉണ്ട് എന്ന് ഈ പ്രാവശ്യത്തെ എടുക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിലും അതുപോലെ തന്നെ വിവിധ മേഖലകളിലും എത്തിപ്പെടുന്ന അനുയായികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വക തെളിവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്തുതകൾ, രഹസ്യാത്മകമായ വസ്തുതകളെ ചോർച്ച ചെയ്യപ്പെടുന്നത്. ഈ NIA എനിക്ക് തോന്നുന്നു, എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് NIA ഇപ്രാവശ്യം എന്തുകൊണ്ട് കേരള പോലീസിനെ ഇൻവോൾവ് ചെയ്യിച്ചു, അതായത് ഒരു വലിയ തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്, ഒരു ചെറിയ തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നതെങ്കിൽ കൂടി അതൊരു NIA സംബന്ധിച്ചിടത്തോളം അതൊരു പരീക്ഷണം കൂടിയായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ സേനയിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കടന്നു കയറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരുപക്ഷെ ഒരു കണ്ടെത്തലിന്റെ ഭാഗം കൂടിയായിട്ടുള്ള ഒരു ഇതായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഈ പറഞ്ഞ പോലെ എനിക്ക് മുമ്പ് സംസാരിച്ച സാറ് പറഞ്ഞ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടെയ്നറിൽ പണം വന്നതൊക്കെയുള്ള വാർത്തകൾ നമ്മൾ പുച്ഛത്തോടു കൂടി തള്ളിയെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ പരിശോധിക്കുമ്പോൾ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. നമ്മളുടെ ബൈയിങ് പവർ എത്രത്തോളം കുറയുമ്പോഴും അവരുടെ ബൈയിങ് പവർ കൂടുന്നു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഈ ബൈയിങ് പവറിനുള്ള മണി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാം കോർപ്പറേറ്റ് ബാങ്കുകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ അമിത്ഷായുടെ നേതൃത്വത്തിൽ സഹകരണ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള ബാങ്കിങ് നിയമങ്ങൾ ശക്തമാക്കിയപ്പോൾ ഇവിടെ അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടായത്. മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടായില്ല എന്നപ്പോൾ സഹകരണ മേഖലയിൽ വീമ്പ് പറഞ്ഞ്, അതായത് പണ്ട് കാലത്ത് പാവപ്പെട്ടവരെ 10 രൂപ കൊണ്ട് തുടങ്ങിയ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് കോടികളുടെ ആസ്തിയാണ്. ആ ആസ്തി എവിടുന്ന് വന്നു എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു നിയമ സംവിധാനവും മലപ്പുറത്തുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളെയാണ് കൂടുതലായും പരാമർശിച്ചത്. മലപ്പുറത്തുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളാണ് ഈ കള്ളപ്പണത്തിൽ കൂടുതൽ ഭാഗവും സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. കാരണം അന്ന് ഇപ്പോൾ ഈ അടുനാൾ വരെ ഇതിനുള്ള റിസോഴ്സുകളുടെ ഉറവിടം കണ്ടെത്താൻ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് അമിത്ഷാ ഒരു പുതിയ കോർപ്പറേറ്റ് നയം കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ അലയടികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് കേരള സർക്കാർ മാത്രമാണ്. കാരണം കേരള സർക്കാരിന്റെ കയ്യിലാണ് ഇത്രയധികം സഹകരണ മേഖലയിൽ പ്രസ്ഥാനങ്ങളുള്ളത്. ആ മേഖലയിലാണ് ഇത്തരം കള്ളപ്പണങ്ങൾ അടിഞ്ഞുകൂടിയത്. അതുവഴിയാണ് പാർട്ടിക്കാർക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ടും അതുപോലെ കിട്ടിയത്. അപ്പൊ ഇതെല്ലാം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, 2012 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പോപ്പുലർ ഫണ്ടിനെ ഒരു നിരോധിക്കണം അല്ലെങ്കിൽ അതൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു സംഘടനയാണ് എന്നുള്ളൊരു റിപ്പോർട്ട് പോയിട്ട് ഇന്ന് 10 വർഷങ്ങൾക്കപ്പുറം ഒരു 11 വർഷങ്ങളാകുമ്പോൾ ഒരു സർക്കാരുകൾ മാറി മാറി വന്ന മറ്റൊരു സർക്കാരുകൾ ആരും തുടർ നടപടികൾ സ്വീകരിച്ചില്ല. അപ്പോ ഇവിടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ ആരും പ്രതികരിച്ചില്ല, കൊലപാതകം നടന്നപ്പോൾ ആരും പ്രതികരിച്ചില്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് അവനും മലരും കരുതി വെച്ചോപ്പോ എന്ന് ഒരു കുട്ടി വീരവാക്യം ഒഴിച്ചപ്പോഴും ആരും ഒന്നും സംസാരിച്ചില്ല, ഒരു സർക്കാരും പ്രതികരിച്ചില്ല. കോടതി പോലും പല പ്രാവശ്യം ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ സംഘടന ഇതുവരെ നിരോധിക്കാത്തത് എന്ന്. അതാ പറഞ്ഞ. അപ്പോ തുടർന്ന് വന്ന് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് റിപ്പോർട്ട് വന്ന 2012 അത്തരം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഇത്രയും കൊല്ലമായി കേരള സർക്കാർ വളരെ നിസ്സംഗതയോടുകൂടി നോക്കി നിന്ന് അവരെ വളർത്തിയെടുത്തതിൽ ഒരു പ്രധാന പങ്ക് കേരള സർക്കാരിന്റെ വീഴ്ചയായിട്ട് ഞാൻ കാണുകയാണ്. കാരണം കേരള സർക്കാർ ഇന്ന് നമ്മളെ ഏറ്റവും ായിട്ട് ഒരു കുട്ടി മലരും അവനും കരുതി വെച്ചോളൂ എന്ന് നമ്മളെ നോക്കി വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അവരുടെ തലമുറയെ വളർത്തിക്കൊണ്ട് വരുമ്പോഴും ഈ സർക്കാർ നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ് ചെയ്തത്. എന്ത് നടപടിയാണ് അതിനെ കർശനമായി എടുത്തിട്ടുള്ളത്? പേരിന് വേണ്ടി നടപടി എടുത്തു. ഇന്ന് അതിന്റെ കേസിനെ കുറിച്ചുള്ള ചർച്ചകൾ പോലും മുഖ്യധാര മാധ്യമങ്ങളിലോ എവിടെ കാണാനില്ല. അപ്പൊ ഇതൊക്കെ പണ്ടിറങ്ങുന്നു അതുപോലെ.
എന്നാൽ ഓക്കെ. സർക്കാരിനെ തീർച്ചും സർക്കാരിന്റെ പരാജയമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു NIA നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടി വന്നത് 2012-ൽ. ഇതിന്റെ ക്ലെയിം വരാൻ പോകുന്നത് ഈ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും CPM-ഉം പറയാൻ പോകുന്നത് ഞങ്ങൾ 2012-ൽ ഇതുപോലെ ഒരു റിപ്പോർട്ട് കിട്ടി, തുടർന്ന് വന്ന സർക്കാരുകൾ മാറി ചെയ്തില്ല എന്നുള്ള ഒരു ഒഴിഞ്ഞുമാറലാണ് നടത്താൻ പോകുന്നത്. പക്ഷെ അതല്ല ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. 10 വർഷങ്ങൾക്ക് ഇപ്പുറം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി എടുത്തു എന്നുള്ളത് പറയാനായിട്ട് ഒരു സർക്കാരിനും ഇല്ല. അത് ചെയ്യാനായിട്ട് ഒരു NIA അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി വേണ്ടിയിട്ടുണ്ട്.